അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പഴംപൊരിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഷുവറായിട്ടും ഈ പഴംപൊരിയുടെ വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വായോ. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു നേന്ത്രപ്പഴം ബനാന, ഇതിങ്ങനത്തെ 3 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 എഗ്ഗ്, പിന്നെ ഏലക്ക, ഈ ആവശ്യത്തിന് ഷുഗർ. പഴുത്ത പഴമാണെങ്കിൽ കുറച്ച് ഷുഗർ മതി കേട്ടോ. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ സോഡ പൗഡർ കുറച്ച്. ഇതെല്ലാമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഓക്കെ. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് മൈദ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതും കൂടി ഇത് ഫസ്റ്റ് എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടോ, കുറച്ച് സാൾട്ട് അത് ഇതിൽ ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് ഷുഗർ അതേപോലെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് നല്ല പഴുത്ത പഴം എനിക്ക് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ വന്നിട്ട് ഇത് ഏലക്കേൻ്റെ ഞാൻ പൊടിച്ച് വെച്ച പൗഡറാണ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് സോഡാപ്പൊടി. ഇതും കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 എഗ്ഗ് എടുക്കണം. അത് ഞാൻ നേരത്തെ എടുത്ത് വെച്ച എഗ്ഗ് അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഈ ബാറ്റർ കംപ്ലീറ്റ് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളവും കൂടി വാട്ടർ ഇങ്ങനെ ആഡ് ചെയ്യണം ആവശ്യത്തിന്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഈ ബനാന ഇല്ലേ, നേന്ത്രപ്പഴം, അത് ഇങ്ങനെ സ്ലൈസ് ആയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത്. അത് നന്നായിട്ട് സ്ലൈസ് ആവരുത് കേട്ടോ. നന്നായിട്ട് സ്ലൈസായി പോയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് കുറച്ച് ഇതേപോലെ കേട്ടോ, ഇത്ര ഇതിൽ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഈ ബാറ്റർ ഉണ്ടാക്കിയ ബാറ്ററിലേക്ക് ഇതിടാം. അത് എല്ലാം മിക്സ് ആക്കിയിട്ടുള്ള ബാറ്ററാണ് ഞാനിത് ഇട്ടത്. അപ്പോൾ അതിലേക്ക് ഈ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 1/2 hour ഇതൊന്ന് വെയിറ്റ് ചെയ്യുക. ഇത് ശരിക്കും ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ ബാറ്ററി ഞാൻ തയ്യാറാക്കിയത് അത് 1/2 hour കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിലൊരു പാന് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഈ എണ്ണ ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ പാറുന്നുണ്ട്. അപ്പോൾ നല്ലോണം ചൂടായതിന് ശേഷം ഞാനിപ്പോൾ കുഴച്ച് വെച്ച ബാറ്ററി ഇല്ലേ, പഴംപൊരിൻ്റെ, അത് ഓരോന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കണേ. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ എണ്ണ പാനിലിട്ടിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പഴംപൊരിൻ്റെ ബാറ്ററി ഇല്ലേ, അങ്ങനെ ഓരോ പഴംപൊരി അതിൽ മുക്കി പൊരിച്ചെടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്ററി ഉണ്ടല്ലോ, നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബാറ്ററിൽ ഓരോ പഴംപൊരി മുക്കി ഇങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ. വളരെ ശ്രദ്ധിക്കണേ, നല്ല ചൂടായ എണ്ണ കൊണ്ട് കയ്യിൽ തെറിച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളു. ഓക്കെ. ഇങ്ങനെ മുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ 2 സൈഡും നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും വെന്ത ശേഷം തിരിച്ച് മറിച്ച് വിടുക കേട്ടോ. ഓക്കെ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഇത് നല്ല അടിപൊളി പഴംപൊരിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് എല്ലാവരും കാണണം. അതുമാത്രം റെസിപ്പി എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.